ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാം. അത് നല്ല സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് സ്കൂളുകൊക്കെ ചോറ് കൊടുത്തയക്കുമ്പോൾ അതിൽ വെച്ച് കൊടുക്കാനും നമുക്ക് ചോറ് കഴിക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഉരുളക്കിഴങ്ങ് ഫ്രൈ. അത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. നമുക്കിനി ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് റെഡിയാക്കാം. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് തോല് ചെത്തിയിട്ട് റെഡിയാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയാം. ഇങ്ങനെ നീളത്തിൽ വേണം അരിയാൻ. ഇങ്ങനെ ഇച്ചിരി കനം കൂട്ടി അരിയണം, അല്ലെങ്കിൽ ഇത് വേകുമ്പോൾ പൊട്ടിപ്പോവും. ഇതിനി 2 ആക്കാം. അരിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ തന്നെ എടുത്തിടാം. ഇത് അരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്കൊരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. അതിൻ്റെ കറ പോവാനാണ്. പിന്നെ വല്ലാതെ കട്ടി കുറച്ച് അരിയരുത്, ഇച്ചിരി കട്ടിയിൽ അരിയണം, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോവും. അതിനാണ് ഇച്ചിരി കനത്തിൽ അരിയണം എന്ന് പറയുന്നത്. നീളത്തിലും ഇതാ ഇത്തിരി നീളത്തിൽ അരിയാം. നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. ചട്ടി ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതാ അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു 5-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഈ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോട്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമുണ്ട്, കഴുകിയ വെള്ളം, അതിൻ്റെ കിടന്നിച്ചിരി വേഗട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് ഇച്ചിരി വേവിക്കാം. ചെറിയ തീയിൽ വേണം വെക്കാൻ. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അതെന്തിനാന്ന് പറഞ്ഞാൽ അടി പിടിക്കാതിരിക്കാനാണ്. അല്ലെങ്കിൽ അടി പിടിച്ചു പോവും. അതിനാണ് ഇളക്കി കൊടുക്കുന്നത്. അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റായിരിക്കും, പ്രത്യേക ഒരു രുചിയും. നമ്മൾ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ച് വാരിയിട്ടപ്പോൾ അതിലിച്ചിരി ചെറുതായിട്ട് ഇച്ചിരി വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിലാണ് ഇത് വേകണത്. അല്ലാതെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ അത് വെന്തോളും. ഒന്ന് നന്നായിട്ട് ഇച്ചിരി വേകട്ട്. നമുക്കിനി ഇത് വെന്തിക്കണമെന്ന് തുറന്ന് നോക്കാം. ഇത് അടിയിൽ കണ്ട വെന്തിക്കണേ, കളർ മാറി വന്നത് ഇങ്ങനെ ഒന്നും മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ മസാലകളിടാം. ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടാം, 2 ടീസ്പൂണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ഇടാം. ഇത് കാശ്മീർ മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ടത്.
മുക്കാൽ സ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല പൊടി. ഇതൊക്കെ നമുക്കിനി ഒന്ന് ഇളക്കി റെഡിയാക്കാം. തീ ചെറുതായിട്ട് വേണം വെക്കാൻ കേട്ടോ. ഇളക്കുമ്പോൾ പതുക്കെ ഇളക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾ അരിഞ്ഞ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോവും. ഇനി നമുക്കിതിൽ ലേശം കരിവേപ്പിലയും കൂടി ഇടാം. നമുക്കിതിലൊരു നുള്ളു കായത്തിൻ്റെ പൊടി ഇടാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് പൊട്ട്, അതുവരെ നമുക്ക് ഇളക്കാം. പതുക്കെ ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയുടെ പച്ചമണമൊക്കെ പോയാൽ ഇറക്കി വെക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കതിനി ഇറക്കിയെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ റെഡിയായി. ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. വേഗം പണി കഴിയും. പണി തിരക്കുള്ളവർക്കൊക്കെ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ ബെസ്റ്റാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിനി ഇതിൽ ഒരെണ്ണം കഴിച്ച് നോക്കാം. നല്ല സൂപ്പർ കേട്ടോ.